നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് കടാവർ, ഒരു നൂതന സസ്യ സംരക്ഷണമാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അതിനൂതനമായ ഒരു സസ്യ സംരക്ഷണ മാർഗമാണ് കടാവർ എന്ന് പറയുന്നത്. എന്താണ് കടാവർ? നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനും ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അതിനൂതനവും ലളിതവുമായ ഒരു ജൈവ കീടനാശിനിയാണ് കടാവർ എന്ന് പറയുന്നത്. ഈ രൂപത്തിലാണ് നമുക്ക് കടാവർ വാങ്ങാൻ കിട്ടുന്നത്. കടാവറിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട് എല്ലാം നിമാവിരകളെ പറ്റി എല്ലാവർക്കും അറിയാം. നമ്മുടെ പച്ചക്കറിയും വാഴയും നമുക്ക് കുരുമുളകിന്റെ ഒക്കെ വേരിനെ തിന്നു നശിപ്പിച്ച് നമ്മുടെ ചെടികളെല്ലാം നശിപ്പിക്കുന്ന ഒരു ജീവിയാണ്, ഒരു ഉപദ്രവകാര്യമായ ഒരു ജീവിയാണ് നമ്മുടെ നിമാവിര എന്ന് പറയുന്നത്. എന്നാൽ ഇക്കൂട്ടത്തില് നമുക്ക് ഉപകാരം ചെയ്യുന്ന നിമാവിരകളുണ്ട്. എന്റെ പേരാണ് എൻഡോപാത്തോജനിക് നെമറ്റോഡ് എന്ന് പറയുന്നത്. DPM 1923 തന്നെ അമേരിക്കയിലെ സ്പെയിൻ അറിഞ്ഞ ശാസ്ത്രജ്ഞർ ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയിരുന്നു. വാഴയിൽ എങ്ങനെയാണ് കടാവർ പ്രയോഗിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് നോക്കി കേട്ടോ. ഇങ്ങനെ ഓരോ എനിക്ക് എന്നെ കൈകൊണ്ട് എടുക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ടീസർ ഉപയോഗിച്ചെടുത്തത് കേട്ടോ. ചെറിയ ചെറിയ മെഴുകു പുഴുക്കളാണ് കേട്ടോ. അത്രയേ ഉള്ളൂ പുഴുക്കളെ. ഈ പുഴുക്കളെ ഏറ്റവും വെളിയിലത്തെ കവിളുകൾ ഒഴിച്ചുള്ള ബാക്കി കവിളുകളാണ് ഇടേണ്ടത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു കവിളുകൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത്. അടുത്തതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത്രേ ആവശ്യവും. ഇതിന്റെ കവിളുകളിൽ ജലാംശമുണ്ട്. ഇത് മാണപ്പുഴു ഉണ്ടാവാൻ സംരക്ഷിച്ചോളും. മാണവണ്ടിന് എങ്ങനെയാണെന്ന് കാണിക്കും. മാണപ്പുഴു ബാധിച്ചൊരു വാഴത്തൈയാണ്. വാഴ നട്ടാണ്. അതിന്റെ ഒറിജിനൽ വിത്ത് പോയിട്ട് പിന്നെ പൊട്ടിക്കിളിച്ചു വന്നു. അപ്പൊ നോക്കിയപ്പോ മാണവണ്ടി ബാധിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെയാണ് പ്രയോഗിക്കാൻ നോക്കാം. ഇങ്ങനെ ഇത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ കാലം വെച്ചോ ഈ മണ്ണവും വീട്ടും. ഈ മണ്ണ് രാവിലെ വെള്ളം ഒഴിച്ചാൽ ഈർപ്പമുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. ഈ മണപ്പുഴുവിനെല്ലാം നശിപ്പിച്ചോളൂ. വെള്ളരിവർഗ വിളകൾ നമ്മുടെ കടാവർ എങ്ങനെയാ പ്രയോഗിക്കുന്നത് കാണിക്കും. ഇതൊരു പടവലമാണ്. അപ്പൊ പടവലത്തിൽ ഇലകളൊക്കെ കൊണ്ട് ഇങ്ങനെ തിന്നേക്കുന്നേ വെള്ളരിവർഗ പുഴു തിന്നതാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കടാവർ പ്രയോഗിച്ചാൽ വളരെ 100% റിസൾട്ട് ഉറപ്പാണ്. ഈ കുഴികളിലൊക്കെ ഓരോ കടാവർ വീതം ഇട്ട് കൊടുക്കും. ഇത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് മണ്ണ് കാലും വെച്ച് ഒന്നേക്ക് ഇട്ടാലും